ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചായിപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഇല്ലേ ഇനി മുതൽ അങ്ങോട്ട് ലോങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാട്ടോ. നല്ല സദ്യയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഞാനും നിധിയും ശ്രീകുട്ടിയും കൂടിയാണ് വന്നത്. അപ്പോൾ ലൈനൊക്കെ നിന്ന് സദ്യക്ക് വാങ്ങിച്ച് കൂട്ടുകറി, അവിയൽ, സാമ്പാർ, പുളി, പപ്പടം, ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല സദ്യയായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ അമ്പലം, ചെറിയൊരു അമ്പലമാണ്. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സാധനങ്ങൾ വാങ്ങാനാണ് കേട്ടോ പോയത്. അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നിധിക്കിതാ ഇതിൻ്റെ മേലെങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നിധിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളവിടെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ശ്രീകുട്ടി നോക്കും ഞാനപ്പോഴേക്ക് സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ശ്രീകുട്ടി വീട്ടിലെത്തിയതിന് ശേഷം പറഞ്ഞമ്മ ഈ ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന്. അങ്ങനെ പിന്നെ അവൾ ക്ലീൻ ആക്കുമ്പോൾ ഞാൻ നിധീനെ നോക്കും, ഞാൻ ക്ലീൻ ആക്കുമ്പോൾ അവൾ നിധീനെ നോക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടി കൂടി ഉള്ളതിനെ കൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ക്ലീനാക്കാൻ വേണ്ടി എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ലെവലാക്കാൻ ശ്രീകുട്ടി ആൾ മിടിക്കുക കേട്ടോ. പണിയൊക്കെ ഇങ്ങനെ എടുത്തോളും. അവളിപ്പോൾ 7ാം ക്ലാസ്സിലാണെന്നാലും ഒക്കെ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അവരെയും കൂടെ ഇതിൽ കൂട്ടി ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ മറ്റുള്ളവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും. അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. അപ്പോൾ രാത്രി പിന്നെ ഏതായാലും ഇന്നിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് രാത്രി ഞങ്ങളങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അങ്ങനെ ഇതിൻ്റെ കൂടെ ഫ്രിഡ്ജും കൂടി ക്ലീൻ ആക്കിയോണ്ട് ഇന്ന് ഷെൽഫും ഫ്രിഡ്ജും ഒക്കെ ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ ഇങ്ങനെ ക്ലീനായി കിടക്കുന്ന സമയത്ത്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് കറിയൊക്കെ വെക്കാനുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേഗം തന്നെ ചോറൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയല്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ നിധിയൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കാകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. പിന്നെ ശ്രീകുട്ടിക്ക് ഈ സ്കൂളിൽ പോകുമ്പോൾ അവൾ സ്കൂളിലേക്ക് പോകും, പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിധിനെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.